ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൽ വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന വളരെ ടേസ്റ്റിയും അതുപോലെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു അവലുണ്ടയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അവലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് 300 ഗ്രാം അവൽ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് 5 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കാം. ഈ അവൽ നന്നായിട്ട് കരികരിപ്പാവുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അവലുണ്ട തയ്യാറാക്കാനായിട്ട് നമുക്ക് ഏത് അവൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മട്ടരിയുടെ അവലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസിൻ്റെ അവലും യൂസ് ചെയ്യാം. ഇപ്പോൾ അവൽ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ നല്ല കരികരിപ്പായിട്ട് ഫീൽ ചെയ്യും. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തതായിട്ട് കുറച്ച് കപ്പലണ്ടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഈ അവലുണ്ട തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ കുറച്ച് കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കപ്പലണ്ടിയും ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. കപ്പലണ്ടിയും കൂടി ചേർത്തിട്ട് അവലുണ്ട തയ്യാറാക്കിയാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. അവൽ മാത്രമായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ്നട്ടോ ബദാമോ അതുപോലത്തെ ഏത് നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു പാനിൽ തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങയൊന്ന് തയ്യാറാക്കി എടുക്കണം. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മുറി തേങ്ങ ചിരവി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവലുണ്ടയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. എന്നാലേ ഇത് കുറച്ച് നാൾ കേടാവാതെ ഇരിക്കുള്ളൂ. ഇപ്പോൾ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 250 ഗ്രാം ശർക്കര ഇതുപോലെ ചെറിയ പീസസ് ആക്കി എടുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനിയാക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം അധികം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ശർക്കര ചീവിയത് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ശർക്കര ചേർത്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി കൂടിയിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി തേങ്ങയുടെ കൂട്ട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് അവലും കപ്പലണ്ടിയും മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അവൽ വറുത്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫൈനാക്കിയിട്ട് പൊടിച്ചെടുക്കണം. ഇപ്പോൾ അവൽ നന്നായിട്ട് ഫൈനാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി തേങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂട്ടിലേക്ക് കപ്പലണ്ടിയും പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പലണ്ടി പൊടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈനാക്കിയിട്ട് പൊടിച്ചെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട് കിട്ടുന്ന രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ഉണ്ടയായിട്ട് പിടിച്ചെടുക്കാൻ പരുവത്തിൽ ആയി കിട്ടും. അപ്പോൾ അങ്ങനെ ആയി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് ഉണ്ടയാക്കിയിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങയുടെ കൂട്ട് അധികം ചൂടാറിയിട്ട് പോകാനായിട്ട് പാടില്ല. അധികം ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ ഉണ്ടയാക്കിയിട്ട് പിടിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ കൂട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉണ്ടയായിട്ട് ഉരുട്ടിയെടുക്കാം. ഏകദേശം വലിയൊരു നാരങ്ങയുടെ ഒക്കെ വലുപ്പത്തിൽ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് വലുപ്പം പോയി കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ അവലുണ്ട തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് 15 അവലുണ്ട തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് 1 മാസം വരെയൊക്കെ കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അധികം മധുരവും ഇല്ല, കറക്റ്റ് മധുരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക്